ഹായ്, ഇപ്പോൾ എഐന്റെ കാലമാണ്, അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അത് മരിച്ചവരോ അല്ലെങ്കിൽ ഫേവറേറ്റുകളോ സെലിബ്രിറ്റികളോ ആയ ആരുടെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോയെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല വാട്സപ്പ് നമുക്ക് ചാറ്റ് ബോട്ടുകൾ നിരവധിയുണ്ട്. കൂടാതെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആനിമേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എഐയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളെ നെട്ടിപ്പിക്കും. ഒരു ആപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു വീഡിയോ, ഇപ്പം എൻ്റെ ഈ വീഡിയോയെ എനിക്ക് മമ്മൂട്ടിയുടെ ഫേസ് ആക്കി മാറ്റാം, മോഹൻലാലിൻ്റെ ഫേസ് ആക്കി മാറ്റാം, ദുൽഖർ സൽമാൻ്റെ ഫേസ് ആക്കി മാറ്റാം. അത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനാണ് മോഹൻലാൽ. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വീഡിയോയിൽ മമ്മൂക്കയുടെ ഫേസ്, മോഹൻലാലിന്റെ ഫേസ്, ദുൽഖറിന്റെ സൽമാന്റെ ഫേസ് ഒക്കെ വന്നത്. ഇത് ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു മോഫ് ചെയ്തതായിട്ട് തോന്നൂല. കാരണം അത്രത്തോളം പെർഫെക്ഷൻ ആയിട്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ചെയ്തു തരും. അപ്പം നമ്മുടെ ഒരു വീഡിയോ അത് ആര് മുഖം വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്, വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങളിത് ചെയ്തു നോക്കുക. വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരുപാട് കൂട്ടുകാരെ പറ്റിക്കാം. മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളുടെ ഫേസ് വീഡിയോ ആക്കിക്കൊണ്ട് അവർക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ, വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഓണാശംസകൾ ഇത്തരം ഫേസ് ഉപയോഗിച്ച് വീഡിയോ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെയ്യാന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ techzrate.com എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് techzrate.com. അതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റിലേക്ക് വരും, techzrate.com എന്ന്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ഇതുമല്ലെങ്കിൽ വീഡിയോയുടെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റീഫേസ് എന്ന്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റിലേക്കാവും പോവുക. ഇവിടെ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യാനായിരിക്കും കാണിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ സൈൻ ഇൻ ചെയ്യാനായിട്ട് കാണിക്കും. അപ്പോൾ ഈ സൈനിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ഓപ്ഷൻസ് കാണിക്കും, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഇമെയിൽ ഐ ഡിയും കാണിക്കും. അതിൽ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ അക്സെപ്റ്റ് ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ആവും. വളരെ സിമ്പിളായിട്ട് തന്നെ. ശേഷം ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാപ്പ് ഫേസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ട്രൈ ഔട്ട് എന്ന് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ ആണോ കൊടുക്കേണ്ടത്, നമുക്ക് ആരുടെ ഫേസ് ആണോ വേണ്ടത്, അവരുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ആണ് ആദ്യം കൊടുക്കേണ്ടത്. അവിടെ അപ്ലോഡ് കണ്ടൻറ്റ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ അപ്ലോഡ് കണ്ടൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ഇവിടെ കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ വീഡിയോ ഒന്ന് ലോഡായിട്ട് വരണം. ഇപ്പോൾ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം ഇനി ചെയ്യേണ്ടത് നമുക്ക് ഏത് മുഖമാണ് വേണ്ടത് അതിവിടെ ആഡ് ഫേസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫേസ് നമ്മളിവിടെ ആഡ് ഫേസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആവും. ഏത് ഫേസ് ആണോ നമുക്ക് വേണ്ടത് ആ ഫേസ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ശേഷം ആ ഫേസ് ഇവിടെ മോഹൻലാലിൻ്റെ പടമുണ്ട്, അതിന് തൊട്ടടുത്തായിട്ട് ഇപ്പം ഞാൻ ആഡ് ചെയ്ത മമ്മൂട്ടിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് കാണും. ശേഷം മമ്മൂക്കയുടെ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ശേഷം നമുക്ക് സ്വൈപ്പ് ഫേസ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മുഖത്തിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ബ്ലറാകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് ബ്ലറായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ആ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആ വീഡിയോ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടില്ലേ, ഇവിടെ കറക്റ്റായിട്ട് ഏകദേശം മമ്മൂട്ടിയുടെ സെയിം ഫേസ് തന്നെ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇതുപോലെ ശരിക്കും നമുക്ക് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ വീഡിയോകളെ നമുക്ക് അടിപൊളിയാക്കിയിട്ട് ആരുടെ ഫേസ് ആക്കിയും മാറ്റാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിലൂടെ വേറൊരു രസമെന്ന് പറയുന്നത് നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഇതിൽ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ബാക്ക് വന്ന ശേഷം നമുക്ക് ആനിമേറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഫ്രീ ആണ്. ഇവിടെ അപ്ലോഡ് കണ്ടൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഫോട്ടോയെ കൊണ്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ അതിൽ കാണിച്ചിരിക്കുന്ന എഫക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് സംസാരിപ്പിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് വളരെ രസകരമാണ്. ഇപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യണം.
ഈ ഇതിൽ നമുക്ക് ആ ഒരു ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ആനിമേറ്റ് എന്ന് കാണാൻ സാധിക്കും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയെ നമുക്ക് ഈ ഒരു ആനിമേറ്റിൽ എന്താണ് പറയുന്നത് അതുപോലെ പറയിപ്പിക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, അത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ AI വെബ്സൈറ്റാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി അല്ലെങ്കിൽ നല്ലൊരു ടെക്നോളജി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.